വചനം 195. വഅൻഫിഖൂ, നിങ്ങൾ ചിലവഴിക്കുവിൻ, ഫീ സബീലി, മാർഗത്തിൽ, അല്ലാഹി, അല്ലാഹുവിൻ്റെ, വലാ തുൽഖൂ, ഇടുകയും ചെയ്യരുത്, ബി ഐദീകും, നിങ്ങളുടെ കൈകളെ, ഇലത്തഹ്ലുക, നാശത്തിലേക്ക്, അപായത്തിലേക്ക്, വഅഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യുവിൻ, നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുവിൻ, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, അൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ, നന്നായി പ്രവർത്തിക്കുന്നവരെ. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുവിൻ, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് ഇട്ടേക്കുകയും ചെയ്യരുത്, നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയും ചെയ്യണം, നിശ്ചയമായും നന്മ ചെയ്യുന്നവരെ അല്ലാഹു സ്നേഹിക്കുന്നതാണ്. വചനം 195 വിശദീകരണം. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നാടും വീടും സമ്പത്തും നൽകി സഹായിച്ചുകൊണ്ടിരുന്ന അൻസ്വാരികളായ ചില സ്വഹാബികൾ ഇസ്ലാമിന് പ്രതാപവും ശക്തിയും സിദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നാം മുമ്പത്തെ അത്ര തന്നെ ചെലവഴിക്കേണ്ടുന്ന ആവശ്യമില്ലെന്നും നമുക്ക് നമ്മുടെ സ്വത്തും ധനവുമൊക്കെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ശ്രമിക്കാമെന്നും തമ്മിൽ സ്വകാര്യം പറയുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഈ വചനം അവതരിച്ചതെന്ന് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുയുടെ ഒരു ഹദീസിൽ വന്നിരിക്കുന്നു. മുസ്ലിം, ഇബ്നു മാജ, നസായി, തിർമദി. അവതരണ സന്ദർഭം അതായിരുന്നാൽ തന്നെയും ആയത്തിൻ്റെ ഉള്ളടക്കം പൊതുവെ ബാധകമാണെന്നുള്ളതിൽ സംശയമില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഴിയുന്നത്ര ധനം ചിലവഴിക്കണമെന്നും പിശുക്കു പിടിച്ച് നാശഗർത്തത്തിൽ പതിക്കുവാൻ ഇടവരാതെ സൂക്ഷിക്കണമെന്നും സത്യവിശ്വാസികളോട് ഈ വചനത്തിൽ അള്ളാഹു കൽപ്പിക്കുന്നു. ചെയ്യുന്ന കാര്യങ്ങൾ നന്നായും നിഷ്കളങ്കമായും ഭംഗിയായും ചെയ്യണമെന്നും അങ്ങനെ ചെയ്യുന്നവരുടെ പക്ഷത്തായിരിക്കും അള്ളാഹു, അഥവാ അവൻ്റെ കാരുണ്യവും സഹായവും അവർക്കാണ് ലഭിക്കുക എന്നും ഉണർത്തിക്കൊണ്ട് അവരെ അതിന് ആവേശഭരിതരാക്കുകയും ചെയ്യുന്നു. ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ഉൾപ്പെടും. ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ആവശ്യമായ കാര്യങ്ങൾ, ശത്രുക്കളുമായുള്ള സമരങ്ങൾ ആദിയായവ അവയുടെ മുൻപന്തിയിൽ നിലകൊള്ളുന്നു. കഴിഞ്ഞ വചനങ്ങളിൽ ശത്രുക്കളുമായി യുദ്ധം നടത്തുന്നത് സംബന്ധിച്ച പലതും വിവരിച്ചതിനെ തുടർന്നാണ് ഈ വചനത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുവാൻ കൽപ്പിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഈ അവസാനം പറഞ്ഞ കാര്യമാണ് ഇവിടെയും മുഖ്യമായി ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് കരുതാവുന്നതാണ്. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത് എന്ന വാക്യം സത്യവിശ്വാസികൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിരുത്തേണ്ടുന്ന ഒരു വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മേൽ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളിൽ, മതസംബന്ധമായ സമരകാര്യങ്ങളിൽ വിശേഷിച്ചും ധനം ചെലവഴിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരാത്ത പക്ഷം അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് ശക്തി വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടെ ഭാവി അപകടപ്പെടുത്തുവാനും കാരണമായേക്കും. അതുകൊണ്ട് അതിന് ഇടവരുത്തരുത് എന്നുള്ള ഒരു താക്കീതാണിത്. വേണ്ടപ്പെട്ട വിഷയങ്ങളിൽ ചെലവഴിക്കാതിരിക്കുന്നത് നിങ്ങളുടെ നാശത്തിന് ഹേതുവായേക്കുമെന്നും അത് സൂക്ഷിക്കണമെന്നും മാത്രമല്ല, വേണ്ടാത്ത വിഷയത്തിൽ ധനം ചെലവഴിച്ച് നിങ്ങൾക്ക് ആപത്ത് പിണയുവാൻ ഇടയുണ്ടെന്നും അതിന് ഇടവരുത്തരുതെന്നുകൂടി ആ വാക്യത്തിൽ സൂചനയുണ്ട് എന്നും ചില വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ആ വാക്യത്തിൻ്റെ അർത്ഥവ്യാപ്തി നോക്കുമ്പോൾ ഇത് ശരിയാണ് താനും. ആപത്തിൽ കൈയിടരുത് എന്നും കഷ്ടകാലം കടം കൊള്ളരുത് എന്നും പറയാറുള്ളതുപോലെ ഒരു അലങ്കാര പ്രയോഗമാണ് നാശത്തിലേക്ക് നിങ്ങളുടെ കൈയിടരുത് എന്നുള്ള ഈ വാക്യവും. അടുത്ത വചനങ്ങളിൽ ഹജ്ജിനെയും ഉംറയെയും കുറിച്ച് പറയുന്നു.